ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു യുവർ ഗൈഡിൻ്റെ മറ്റൊരു ക്ലാസ് വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും നിങ്ങളുടെ പഠനം നല്ല രീതിക്ക് മുമ്പോട്ട് പോകുകയാണെന്ന് ഞാൻ വിചാരിക്കുകയാണ്. നമ്മളിന്ന് ചെറിയൊരു ക്ലാസ് ആട്ടോ കാണാൻ പോകുന്നത്. നമ്മുടെ HSST കൊമേഴ്സിൻ്റെ നെക്സ്റ്റ് ടോപ്പിക്കാണ് സ്കെയിലിംഗ് ആൻഡ് റീലബിലിറ്റി ആൻഡ് വാലിഡിറ്റി ഓഫ് ടെസ്റ്റ്. ഓക്കെ, ടെസ്റ്റിന് എസ് ആട്ടോ വരുന്നത്. ഞാനൊരു ടെക്സ്റ്റ് എന്നാണ് ടൈപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്താണെന്ന് നമുക്ക് നോക്കാം. വാട്ട് ഈസ് സ്കെയിലിംഗ്? അതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. ഇതുവരെ നമ്മൾ റിസർച്ച് മെത്തഡോളജി എന്താണ്, അതിൻ്റെ പ്രോസസ്സ് എന്താണ്, അത് കംപ്ലീറ്റ് നമ്മൾ നോക്കി. ഇനി നമ്മൾ സ്കെയിലിങ്ങിലേക്കാണ് വരിക. ഓക്കെ, സ്കെയിലിംഗ് ആൻഡ് റീലബിലിറ്റിയും അതിൻ്റെ വാലിഡിറ്റിയും ഈ 3 ടോപ്പിക്കുകൾ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ടൈപ്സ് ഓഫ് റിസർച്ചിലേക്ക് കടക്കാം. ഓക്കെ, അപ്പോൾ നമുക്കറിയാം സ്കെയിലിംഗ് എന്ന് പറയുന്നത് റിസർച്ചിൽ അനാലിസിസിൻ്റെ പാർട്ടിലേക്ക് വരുമ്പോഴാണ് നമ്മൾ നോർമലി സ്കെയിലിംഗ് നടത്താറ്. ഓക്കെ, അപ്പോൾ ഓരോ റിസർച്ചും അത് ചെയ്യുമ്പോൾ ഒരു സ്പെസിഫിക് പർപ്പസിന് വേണ്ടിയാണ് റിസർച്ച് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ എല്ലാ ഡേറ്റയും ഒരു സെയിം വേയിൽ നമുക്ക് അനാലിസിസ് നടത്താനായിട്ട് പറ്റത്തില്ല. അപ്പം അതിൽ നമ്മൾ ഉപയോഗിക്കുന്നതാണ് സ്കെയിലിംഗ്. 4 ടൈപ്പ് സ്കെയിൽസ് ആണ് ഉള്ളത്. ഒത്തിരി പേർക്ക് കൺഫ്യൂഷൻസ് ഉണ്ടാകുന്നൊരു ടോപ്പിക്കാണ് ഈ സ്കെയിലിങ്ങിനെ കുറിച്ച്. അപ്പോൾ ഞാൻ എൻ്റെ മാക്സിമം ട്രൈ ചെയ്യാം അത് നിങ്ങളിലേക്ക് ആ ഒരു കോൺസെപ്റ്റ് എത്തിക്കാനായിട്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ മെൻഷൻ ചെയ്യുക കൃത്യമായിട്ടും. ഓക്കെ, അപ്പോൾ സ്കെയിൽ നമ്മുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സിന് ഇനി ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ 90 72 71 07 72 വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ, HSST കൊമേഴ്സിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സിന് വേണ്ടി. അപ്പോൾ നോമിനൽ സ്കെയിൽ എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് നമ്മൾ മനസ്സിൽ ഓർത്ത് വയ്ക്കേണ്ട കാര്യം, അതായത് ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള കോൺസെപ്റ്റിന്, ഫോർ എക്സാമ്പിൾ ഒരാളുടെ നെയിം അല്ലെങ്കിൽ ഡിസ്ട്രിക്റ്റിൻ്റെ പേരുകൾ, നമ്പറുകൾ, ചുമ്മാ നമ്മൾ നമ്പർ ഇട്ടില്ല. ഫോർ ഫുട്ബോൾ പ്ലേയേഴ്സിന് നമ്പർ അസൈൻ ചെയ്യാറുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ജനറലായിട്ടുള്ള കാര്യങ്ങൾക്ക് ഒരു ലേബൽ അല്ലെങ്കിൽ നെയിം അങ്ങനെ അസൈൻ ചെയ്യുന്ന സമയത്ത് അതിനെ ഒന്ന് ക്വാണ്ടിഫൈ ചെയ്യാനായിട്ട്, ന്യൂമറിക്കലായിട്ട് എക്സ്പ്രസ് ചെയ്യാനായിട്ടാണ് നമ്മൾ നോമിനൽ സ്കെയിൽ ഉപയോഗിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു സ്റ്റഡിയിൽ 3 ഡിസ്ട്രിക്റ്റിലെ ആളുകളെയാണ് എടുത്തിരിക്കുന്നത് വിചാരിക്കുക, ഭോപ്പാൽ, നാഗ്പൂർ, ബറോഡ. അപ്പം നമ്മൾ ഓപ്ഷൻസ് കൊടുത്തു, ഭോപ്പാൽ, നാഗ്പൂർ, അതുപോലെ ബറോഡ. ഇങ്ങനെ 3 ഡിസ്ട്രിക്റ്റുകളും നെയിം ഓഫ് ഡിസ്ട്രിക്റ്റിൻ്റെ അവിടെ ക്വസ്റ്റ്യനെയറിൽ നമ്മൾ ഓപ്ഷൻ വെക്കുക എന്ന് വിചാരിക്കുക. ഒരു റിസർച്ച് നടത്താനായിട്ട് ക്വസ്റ്റ്യനെയർ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ഡിസ്ട്രിക്റ്റിൻ്റെ സ്ഥാനത്ത് ഈ 3 ഓപ്ഷൻ കൊടുക്കുകയാണ്. ഓക്കെ, അപ്പം നമ്മളിതിനെ ക്വാണ്ടിഫൈ ചെയ്യാനായിട്ട് ഭോപ്പാലിന് 1 കൊടുക്കുന്നു, നാഗ്പൂറിന് 2 കൊടുക്കുന്നു, ബറോഡയ്ക്ക് 3 എന്ന് പറയുന്ന നമ്പർ കൊടുക്കുന്നു. ഓക്കെ, ഈ 3 നമ്പറിനെയും റെപ്രസെൻ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഓരോ ഡിജിറ്റ് കൊടുക്കുന്നു. അങ്ങനെയാകുമ്പോൾ ഈ പർട്ടിക്കുലർ ഡിസ്ട്രിക്റ്റ് എന്ന് പറയുന്ന നമ്മൾ ഈ ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത് നോമിനൽ സ്കെയിലാണ്. ഓക്കെ, മനസ്സിലായോ? നോമിനൽ സ്കെയിലാണ്. അപ്പോൾ ഡേറ്റ എന്ന് പറയുമ്പോൾ നോമിനലാണ്. നമുക്കിത് വെച്ചിട്ട് ഒരു റാങ്കിങ്ങിനോ അല്ലെങ്കിൽ റേറ്റിങ്ങിനോ അങ്ങനെ ഒരു ഫർദർ അനാലിസിസിനും വലിയധികം പോസിബിളൊന്നും അല്ല. ഓക്കെ, ഏറ്റവും ലോവസ്റ്റ് മെഷറാണിത്. നോമിനൽ മെഷർമെൻറ്റ് ഓഫ് ഡാറ്റ എന്ന് പറയുന്നത് ഏറ്റവും ലോവസ്റ്റ് മെഷറാണ്. ഇപ്പോൾ ഭോപ്പാലിന് 1 കൊടുത്തു, ഫസ്റ്റ് റാങ്ക് ഭോപ്പാലിനാണ്, അങ്ങനൊരു ഐഡിയോളജി അതിൻ്റെ അകത്തില്ല. ഓക്കെ, ഭോപ്പാലിനെ റെപ്രസെൻ്റ് ചെയ്യാനായിട്ട് നമ്മൾ 1 പറയുന്നൊരു ഡിജിറ്റ് കൊടുത്തു, അത്രയേ ഉള്ളൂ. അതിനകത്ത് റാങ്കിങ്ങോ അല്ലെങ്കിൽ അവരെ റേറ്റ് ചെയ്യാനായിട്ടോ ഒന്നും സാധിക്കത്തില്ല. ഓക്കെ, അപ്പോൾ അസൈനിങ് സിമ്പിൾ അസൈൻ ചെയ്യുന്നതേ ഉള്ളൂ. ഒരു പർട്ടിക്കുലർ കോൺസെപ്റ്റിനെ ലേബൽ ചെയ്യാനായിട്ട് നമ്മളൊരു സിമ്പിൾ അസൈൻ ചെയ്ത് കൊടുക്കുന്നു. അത് എക്സാമ്പിളാണ് ഈ ബാസ്കറ്റ് പ്ലെയേഴ്സിന് നമ്മൾ 1 to 12 അല്ലെങ്കിൽ 13 ആ ഒരു നമ്പർ അസൈൻ ചെയ്യും അവരുടെ ടീഷർട്ടിൽ, അല്ലേ? 1ാമത് കിട്ടിയ ആൾ 1ാം നമ്പറുകാരനാണെന്നോ യാതൊരുവിധ റൂളുമില്ല. ഫസ്റ്റ് ഏറ്റവും നല്ല ബെസ്റ്റ് പെർഫോമർ അയാളാവണമെന്ന് യാതൊരുവിധ റൂളുമില്ല. നോർമലി നമ്മൾ നോമിനൽ സ്കെയിൽ സ്കൈ സ്ക്വയർ ടെസ്റ്റാണ് ഉപയോഗിക്കുക. അതുപോലെ മോഡും, അതിൻ്റെ ഒരു സെൻട്രൽ ഫിഗർ കാണാനായിട്ട് നമ്മൾ മോഡുമാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ദെൻ നോമിനൽ സ്കെയിൽ ലീസ്റ്റ് പവർഫുൾ ആയതുകൊണ്ട് തന്നെ ഡിസ്പെർഷനോ അല്ലെങ്കിൽ വേറൊരു മെത്തേഡുകളും നമുക്ക് അതിനകത്ത് കാണാൻ പറ്റത്തില്ല. ഒരു പോയിൻ്റ് ഓഫ് ഒരു ഒറിജിൻ ഇല്ല, ഡിസ്റ്റൻസ് ഇല്ല, അങ്ങനെ യാതൊരുവിധ കോൺസെപ്റ്റും ഇല്ല. മെയിനായിട്ടും സർവേ അല്ലെങ്കിൽ എക്സ്പോസ്റ്റ് ഫാക്ടർ റിസർച്ചുകൾക്കാണ് നോമിനൽ സ്കെയിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, 2ാമത്തെ സ്കെയിലാണ് ഓർഡിനൽ സ്കെയിൽ. ഓക്കെ, ഓർഡിനൽ സ്കെയിൽ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി ഒരു ഹൈഗസ്റ്റ് ലെവലിലേക്ക് വരികയാണ്. ഓർഡർ, അല്ലേ? റാങ്ക് ചെയ്യാൻ പോവാണ്, ഓർഡർ ചെയ്യാൻ പോവാണ്, അറേഞ്ച് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഒരു ഹൈഗസ്റ്റിൽ നിന്ന് ലോവസ്റ്റിലേക്ക് നമ്മൾ അറേഞ്ച് ചെയ്യുന്ന കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ എക്സലൻ്റ് നിന്ന് പൂർ വരെ. അപ്പം എക്സലൻറ്റിന് 1 കൊടുക്കുന്ന ലേബൽ കൊടുക്കുന്നു, ഗുഡിന് 2, പുവറിന് 3, 1 2 3 അങ്ങനെ ലേബൽ കൊടുക്കുന്നു. ഓക്കെ, 1 സുപ്പീരിയർ ആണ്,
അതിൻ്റെ താഴെ 2, 3. അപ്പം നമുക്ക് റാങ്ക് പറയും, 1ാം റാങ്ക് കിട്ടിയാൽ വളരെ എക്സലൻ്റ് ആണ് അല്ലേ. അപ്പം അങ്ങനെ റാങ്ക് ചെയ്യുന്നതാണ് ഇവിടെ നടക്കുക. അപ്പം നമ്മളിവിടെ മെയിനായിട്ട് മീഡിയനും അതുപോലെ ഡിസ്പേർഷൻ കണ്ടുപിടിക്കാനായിട്ട് അരിത്തമെറ്റിക് സെൻട്രൽ ടെൻഡൻസി കണ്ടുപിടിക്കാൻ മീഡിയൻ ഉപയോഗിക്കും. അതുപോലെ പേഴ്സൻറ്റേൽ ആൻഡ് ക്വാർട്ടൈൽ മെഷറാണ് ഡിസ്പേർഷൻ ഈ ഒരു സ്കെയിലിൽ മെഷർ ചെയ്യാൻ ഉപയോഗിക്കാം. അതുപോലെ നോൺ പാരാമെട്രിക് ടെസ്റ്റുകളും നമ്മളിവിടെ ഉപയോഗിക്കും. ഓക്കെ, ദീസ് ഡേറ്റ ആർ ടേംഡ് ആസ് നോൺ മെട്രിക് ഡേറ്റ അല്ലെങ്കിൽ ക്വാളിറ്റേറ്റീവ് ഡേറ്റ നമ്മളിതിനെ വിളിക്കാറുണ്ട്. ഇനി ലാസ്റ്റത്തെയാണ് ഇൻ്റർവെൽ സ്കെയിൽ. ഇൻ്റർവെൽ സ്കെയിൽ വരുമ്പോൾ അതിൻ്റെ ഏറ്റവും പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇൻ്റർവെല്ലുകളാണ്. ഓക്കെ, ഇൻ്റർവെൽ വെച്ചിട്ടാണ് നമ്മളിവിടെ ചെയ്യുക. അതായത് 3 കുട്ടികൾക്ക് കിട്ടിയ മാർക്ക് ഇപ്പോൾ 65, 75, 85 എന്നുള്ളതാണ്. നമുക്ക് എക്സാക്റ്റ് ആ ഡിഫറൻസ് അതിൻ്റെ ഇടയിലുള്ള ഇൻ്റർവെൽ നമുക്ക് ആദ്യത്തെ ആളും അടുത്ത ആളും തമ്മിൽ 10 മാർക്കിൻ്റെ ഡിഫറൻസ് ഉണ്ട്. ആ ഒരു ഇൻ്റർവെൽ നമുക്ക് കിട്ടും. ഓക്കെ, മാർക്സ് ഒബ്റ്റൈൻഡ് ബൈ 3 സ്റ്റുഡൻസ് നമുക്കിതിനൊരു എക്സാമ്പിൾ പറയാം. നമുക്കതിനൊരു ഇൻ്റർവെലായിട്ട് അതിൻ്റെ അകത്ത് ആ ഡിഫറൻസുകൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, 2 കോൺസിക്യൂട്ടീവ് നമ്പറുകൾ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് മീനിങ് ഫുള്ളാണ്. 10 കൂടുതലാണ് ഒരാൾക്ക്, അല്ലെങ്കിൽ അടുത്ത ആൾ നോക്കുമ്പോൾ 10 കുറവാണ്. അങ്ങനെ മീനിങ് ഫുൾ ആയിട്ടുള്ളൊരു ഒരു ഇൻ്റർപ്രിട്ടേഷൻ അത് ആ ഡിജിറ്റുകൾ തമ്മിലുള്ള ഡിഫറൻസിൽ നമുക്ക് കിട്ടും. ഓക്കെ, പക്ഷേ ഇതൊരിക്കലും ഒരു 0 എന്ന് പറയുന്നൊരു ഡിജിറ്റ് അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഈ ഒരു ഡേറ്റ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരിക്കലും 0യിൽ നിന്നാവില്ല. അത് ഇതിൻ്റെ ഒരു മേജർ ലിമിറ്റേഷനാണ്. PSCക്കൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ, പഠിച്ചു വെച്ചിരിക്കണം. ഇൻ്റർവെൽ സ്കെയിലിൽ ഡേറ്റ 0 അല്ലെങ്കിൽ ഒരു കംപ്ലീറ്റ് ആബ്സെൻസ് ആണ് ഇവിടെ വരിക. ഇതിനടുത്തത് നല്ല പവർഫുൾ സ്റ്റാറ്റിസ്റ്റിക്കൽ മെഷേഴ്സ് ഇവിടെ ഉപയോഗിക്കാൻ സാധിക്കും. മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി നമ്മളിവിടെ മീനാണ് ഉപയോഗിക്കുക, മീൻ ഉപയോഗിക്കും. അതുപോലെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കാൻ പറ്റും. T ടെസ്റ്റും F ടെസ്റ്റും ഈ ഒരു ഡേറ്റ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇതിനടുത്താണ് റേഷ്യോ സ്കെയിൽ. കംപ്ലീറ്റ് എല്ലാ ക്വാളിറ്റിയും ഉള്ള, ഡിസ്റ്റൻസ് ഉണ്ട്, ഒറിജിൻ ഉണ്ട്, ഡിഫറൻസ് ഉണ്ട്, അങ്ങനെ A to Z ക്വാളിറ്റി ഉള്ളതാണ് റേഷ്യോ സ്കെയിൽ വരിക. ഓൾ പ്രോപ്പർട്ടീസ് ഉണ്ടായിരിക്കും. ഇവിടെ 0 മെഷർമെൻറ്റും ഉണ്ട്. അതാണ് ഇതിനൊരു പെക്യുലാരിറ്റി. ഇൻ്റർവെൽ സ്കെയിലിനെ വെച്ച് നോക്കുമ്പോൾ അതിൻ്റെ എല്ലാ പെക്യുലാരിറ്റീസും ഉണ്ട്. ഏറ്റവും ഹൈഗസ്റ്റ് മെഷറാണ് അല്ലെങ്കിൽ ഹൈഗസ്റ്റ് സ്കെയിലാണ് 0 എന്ന് പറയുന്നൊരു ഫിഗർ ഇവിടെ ഉണ്ട്. അപ്പം എല്ലാ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേറ്റയും ഇൻക്ലൂഡിങ് ജോമെട്രിക് മീൻ ആൻഡ് ഹാർമോണിക് മീൻ വരെ നമുക്കിവിടെ കണ്ടുപിടിക്കാനായിട്ട് റേഷ്യോ സ്കെയിലിനകത്ത് പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് സ്കെയിലിംഗ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. നോട്ട് ഞാൻ ഗ്രൂപ്പിൽ കൊടുത്തേക്കാം. ഇനി ആർക്കെങ്കിലും ക്ലാസ്സിൽ ജോയിൻ ചെയ്യാനായിട്ടുണ്ടെങ്കിൽ ഫാസ്റ്റായിട്ട് തന്നെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. താങ്ക്